ആക്ച്വലി ഹീസ് വെരി ലക്കി. ഇതാണോ ലക്ക്? അതെ സർ, ഇൻ എ വേ. ചിലർക്ക് നല്ല പെയിൻ ഉണ്ടാവും, മനുവിന് അതില്ല. ചിലർക്ക് ഓർമ്മക്കുറവുണ്ടാവും, ബന്ധുക്കളെ പോലും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ സംഭാഷണം പറയുന്നുണ്ടല്ലോ. എന്നാലും കൂടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയാ അറിയാം, അവർ സംശയിക്കുന്നുണ്ട്. ഇനി അവൻ്റെ കുടുംബത്തിലുള്ളവരോട് പറയാതിരിക്കുന്നത് വലിയ തെറ്റാണ്. എനിക്ക് ഈഗോ, മണ്ണാങ്കെട്ടി, പൊങ്ങച്ചം അതുപോലെയുള്ള ഒന്നും ജീവിതത്തിലില്ല. ഞാൻ തന്നെ വരാം. ആ ഈഗോ പിടിച്ച റാവുജിയുടെ വീട്ടിലേക്ക് ഞാൻ തന്നെ വരാം. നേരെ ചെന്ന് കതവ് തുറന്ന് അവൻ്റെ കാലിൽ സാഷ്ടാംഗം വീഴാം. എന്തത്? നീ ഇപ്പോൾ ഒന്ന് അകത്തോട്ട് പോ. അവൻ കണ്ണു തുറക്കുമ്പോൾ നീ അരികിൽ തന്നെ ഉണ്ടാകണം. ചെല്ല്. ആ കമൻ. എന്താ എന്താ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വാ. കഴുത്ത് ശരിക്കൊന്ന് ഉളുക്കി. ഇത്രയും കാലം അങ്ങയുടെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എനിക്കറിയാം. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് സാറിന് നന്മയ്ക്ക് വേണ്ടി മാത്രം. ശരി, ഇപ്പം അതിനെന്താന്ന് പറ. വേണ്ട സാർ, ഞാൻ പോയേക്കുവാ. ഈ ലെറ്റർ ശരിക്കും ഇത് സാറിൻ്റെ സ്വത്താണ്. ഇത്രയും കാലം മറച്ചു വെച്ചതും സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്ത് ലെറ്റർ അത്? 25 വർഷം മുൻപ് യാമിനി അങ്ങേക്ക് എഴുതിയ ലെറ്റർ. തെറ്റാ ചെയ്ത്. എൻ്റെ തെറ്റ് തന്നെയാ. തെറ്റോ? അല്ലെങ്കിൽ കുറ്റം. പാവം. എന്നെ ഇങ്ങനെ നോക്കരുത്. ഞാൻ സാറിൻ്റെ സുഖമാ, രക്തബന്ധമല്ല. പക്ഷെ സാറിൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഇത്രയും വർഷം ഞാൻ കണ്ടത്. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല സാർ. ഞാൻ പോവാന്ന് പറയുന്നു. പോവാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? ചുമ്മാ ഒച്ച വെക്കാതെ സാറേ. ചോറ് തന്ന കൈക്കല്ലേ സാറേ കൊത്തിയത്? പാമ്പിന് തന്നെ പാല് കൊടുത്തില്ലേ? പാമ്പിന് പാല് കൊടുത്തുന്നു. ഇരിക്കവിടെ. ഇരിക്കാൻ. ലെറ്റർ വായിക്കേ. എന്താ ശിക്ഷയാണോ? പ്രായശ്ചിത്തം നിനക്കും എനിക്കും. വായിക്കാൻ. ഞാൻ പുറത്ത് വെയിറ്റ്. സിറ്റ് ഡൗൺ. ഡോക്ടർ പ്ലീസ് സിറ്റ് ഡൗൺ. മെയ് 5, 1900. പേര് മനോ. ലവ് ഓഫ് മൈ ലൈഫ്. സംസാരിക്കാതെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വതയുണ്ടെങ്കിൽ പ്രണയം ചില സമയം നമ്മുടെ കണ്ണും കാതും കെട്ടിയിടുന്നു. അതുകൊണ്ട് സ്നേഹത്തോടെ ഒരെഴുത്ത്. നിങ്ങളുടെ ഉറച്ച വാക്ക് വിശ്വസിച്ചെങ്കിലും മനസ്സ് പതറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് വന്നു. പോസിറ്റീവ്. ഞാൻ കാത്തിരുന്നാലും 10 മാസത്തിനകം നമ്മുടെ കുഞ്ഞ് ജന്മമെടുത്തേ തീരൂ. ഈ പ്രാവശ്യം ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. ഒരുപക്ഷെ അങ്ങയുടെ ആരാധകർ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടോ, അല്ലെങ്കിൽ പൂർണ്ണചന്ദ്ര റാവു പറഞ്ഞതുപോലെ നിങ്ങളുടെ സിനിമാ ജീവിതം തകർത്ത് കളയുവാനും ഞാൻ ഒരിക്കലും ഒരു കാരണമായി തീരില്ല. നാളെ ഞാൻ നാട്ടിലേക്ക് പോകുകയാണ്. അതിനു മുൻപ് ഫോണിലെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ? ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിൽ നിന്ന് ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ ഇതിന് തൊട്ടു മുമ്പുള്ള വരികൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനേജർ വായിക്കേ. സുഖു വന്നിരുന്നു. ആദ്യം ഭയപ്പെടുത്തി, ഒരുപാട് കാശ് നീട്ടിക്കൊണ്ട് വിലയും പറഞ്ഞിരുന്നു. അയാൾ വന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. എങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ കാത്തിരിപ്പും മണ്ടത്തരമായിരുന്നു. പാഴായിപ്പോയ ജീവിതം. മനോ മാനേജരോട് അപമര്യാദയായിട്ട് പെരുമാറേണ്ടി വന്നു. കഴിയുമെങ്കിൽ താമസിയാതെ അവളെ കണ്ടുമുട്ടണം. ഞാൻ തീരുമാനിച്ചതുപോലെ മകൻ പിറന്നാൽ മനോഹരൻ, മകളാണെങ്കിൽ മനോന്മണി. ഒരു പക്ഷെ നിങ്ങൾ എന്നോടൊപ്പം ഇല്ലാതെ പോയാൽ എനിക്ക് ലാളിച്ച് വിളിക്കുവാൻ ഇനിയൊരു മനോ വേണ്ടേ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഈ യാമിനി വിചാരിച്ചു പോയി. യാമിനി
ഞാൻ തന്നയച്ച ലെറ്റർ നീ കൊടുത്തില്ലല്ലേ? അത് കൊടുത്താ മരിച്ചു കളയുമെന്ന് പറഞ്ഞ് സാറിന്റെ അമ്മായിയപ്പൻ എന്നെ പേടിപ്പിച്ചു. എന്നെ എന്ത് ചെയ്യാനാണ് പോകുന്നത്? സാർ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. എന്നെ ഇങ്ങനെ നോക്കാതെ എന്റെ പൊന്നു സാറേ, എന്റെ ജോലി ഇത് പറഞ്ഞു വിട്ടാൽ ഞാൻ പോയിക്കോളാം. നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. ഇനിയും 9 മാസവും കൂടി ജോലിയുണ്ട്. അതിനു മുമ്പ് ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞാ വേറെ ആരെങ്കിലും പറയും. പക്ഷെ 9 മാസത്തേക്കുള്ള ശമ്പളം കൈ കിട്ടും. ഛേ, കരയല്ലേ? നിന്റെ പേസിന് അത് ചേരില്ല. ജോലിയുണ്ട്, അത് ചെയ്യ. അർപ്പണ, ഡോക്ടർ വരൂ. Guys and girls, it's the match of the century. From the audience, only Cooper bowled into action. Watch up, and it's Manoharan losing there in cover, and it's look like an easy catch. Easy catch. Go that side. It's an easy catch. My hair covered my face. വെട്ടിക്കള. അവനത് പിടിക്കാൻ പറ്റില്ല. ഒന്ന് ബോൾ ഇങ്ങോട്ടിടാ. Sorry da. You really stupid, I tell you. നമസ്കാരം സാറേ. റെഡി. അമ്മേ, ദാ അവര് വന്നിരിക്കുന്നു. അവരെപ്പോഴേ വന്നടി പെണ്ണെ. നമ്മുടെ മുതലാളിയല്ല അമ്മേ, ഹീറോ സാറാണ് വന്നിരിക്കുന്നത്. സാറിന്റെ കൂടെ നമ്മുടെ ബാലചന്ദ്രൻ സാറും വന്നിരിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സോറി. ഞാനും പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലി. നിങ്ങളുടെ BP ഒക്കെ ഇപ്പോൾ കുറവുണ്ടോ? എൻ്റെ മകളുടെ BP യെക്കാളും എൻ്റെ BP കുറവുണ്ട്. അല്ല, എന്താ വന്നത്? മനോ, നീ തന്നെ അങ്ങ് പറ. ശരി. മരുമോൻ എന്താ പറയാൻ പോകുന്നത്? അത് ഞാൻ ഇനി അധികം നാൾ ഉണ്ടാവില്ല ജീവനോടെ. ഓ ഇന്ദ്ര, അയ്യോ. ഇത് മതിയോടി. അയ്യോ, Oh God. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു ബോൾ ഇതാ. പൊട്ടിക്കുവാ. ഇങ്ങോട്ടു അടി. നീ പോടി കൊച്ചേ. ഈ പന്ത് ഞാൻ നിനക്ക് തരില്ലടാ. മമ്മ പ്ലീസ് അമ്മമ്മ, ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗൈൻ. നീ പറഞ്ഞാ കേട്ടില്ലെങ്കിലുണ്ടല്ലോ, അടിച്ച് ഞാൻ പൊട്ടിക്കും. റാവുജി, എന്തിനാ എഴുന്നേക്കുന്നേ? എൻ്റെ മാമയ, എനിക്കൊരു പ്രായച്ചിത്തം ചെയ്യണം. നിന്റെ കാലിൽ അയ്യോ, വേണ്ട. തൊഴണം. എന്താ ഇതൊക്കെ? മോനെ, എൻ്റെ ഈ കൈയും കാലും തളർവാദം വന്ന് ഞാൻ ഇരിപ്പിലായി. എന്നോട് എൻ്റെ മോൻ ക്ഷമിക്കണം. എന്താ ചെയ്തൊക്കെ? ഇരിക്കെ. മോനെ, ഈ വില്ലന് നീ മാപ്പ് തരണം. എന്താ ഇങ്ങനെയൊക്കെ? ആരും വില്ലനല്ല. നിങ്ങളും ഞാനും സക്കറിയും 3 പേരും സ്വന്തം മോൾക്ക് നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ വരലക്ഷ്മിയോട് ഇത് എങ്ങനെ പറയുമെന്ന്. ഡാഡ്, വാട്ട്സ് ഹാപ്പനിങ്? വേറെ ഒരുത്തിക്ക് വേണ്ടി അമ്മയെ കളഞ്ഞിട്ട് പോകണോ? അതല്ല അച്ഛാ, ഓടാ. അവൻ എൻ്റെ ഓടാ പുറത്ത്. വേണ്ട അച്ഛാ, വേണ്ട. ഓടാ. ഞാൻ അവനോട് സംസാരിക്കും. അമ്മയോട് മാത്രം ഒന്ന് പറഞ്ഞേക്ക്. മുനിങ്ങി വന്നേ. കം. ఏంటంట? చెప్తాడు, కూర్చో. కూర్చోండి. ക്രിക്കറ്റ് ബോൾ കൊണ്ടാണോ കളിക്കുന്നത്? അത് അപകടമല്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? യാ ബൈ. ഈസി ഈസി. ഞാനാ ഇപ്പോൾ കൊച്ചു പയ്യനായത്. അത് മനസ്സിലാവുന്നുണ്ട്. അമ്മയെ ഉപേക്ഷിക്കാൻ പോവല്ലേ?
Okay. You want a player off? I'm dying. What? ഞാൻ മരിക്കാൻ പോവാ. ലിവർ സിറോസിസ് ആണോ? ഒരുപാട് കുടിച്ചിട്ടാ? കുടി നിർത്തിയാൽ you won't die. ലിവറിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രോബ്ലം ജിയോബ്ലാസ്റ്റോമ മൾട്ടിഫോമേ. അതിന് മറ്റൊരു പേര് ഗ്രേഡ് 4 ആസ്ട്രോസൈറ്റോ 1. Yeah, that's it. What's that in English? ഇംഗ്ലീഷിൽ an aggressive form of brain tumor malignant. മലയാളത്തിൽ തലച്ചോറിൽ ക്യാൻസർ. ക്യാൻസർ ആണോ? വെയിറ്റ് ഞാൻ എടുക്കാം. Got it. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ? അല്ല, ഈ വെയിലത്ത് കളിക്കുന്നതൊക്കെ ഡോക്ടേഴ്സ് വോണ്ട് സേ എനിത്തിങ്. ഡോക്ടർ ആരാ പറയാൻ? ഞാൻ എൻ്റെ മോനുമായിട്ടല്ലേ കളിക്കുന്നത്. വാട്ട് യു വാണ്ട് ടു ഡു? വാട്ട് അബൌട്ട് നമുക്ക് അകത്തേക്ക് പോവാം, അല്ലെങ്കിൽ നിഴലത്ത് നിന്ന് കളിക്കാച്ച? നോ 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 ഇവിടുത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. കോളേജിൽ എന്ത് ചെയ്യാൻ പോകുന്നെന്നാണ് ചോദിച്ചത്. കുഞ്ഞുനാളിലെ നിനക്ക് ലോ പഠിക്കണമെന്നായിരുന്നല്ലോ. അതൊക്കെ ഓർമ്മയുണ്ടോ? ഓഫ് കോഴ്സ്. അതൊക്കെ മറക്കാൻ പറ്റുമോ? 3 വയസ്സുള്ളപ്പോഴാണ് നീ പറഞ്ഞത് ലോ പഠിക്കണമെന്ന്. എന്താ ഇപ്പോഴും ആഗ്രഹം നിനക്കുണ്ടോ? ഇപ്പം എന്തിനാ ചോദിക്കുന്നത്? അത് യാ ചോദിക്കണമായിരുന്നു. ചെയ്യാൻ മറന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. സോറി എന്ന് പറയുന്നതിന് പകരം ഓക്കെ, നിനക്കെന്താ വേണ്ടത് അത് പറയും. പറയട്ടെ. UK അല്ലെങ്കിൽ കൊളംബിയയിൽ നല്ലൊരു റൈറ്റിംഗ് പ്രോഗ്രാമിന് എനിക്ക് ചേരണം. റൈറ്റിംഗ്? എന്താ എഴുതാൻ പോകുന്നത്? സ്ക്രീൻ പ്ലേ. വാട്ട്? സ്ക്രീൻ പ്ലേയോ? എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, കുറേ കാലത്തെ ആഗ്രഹമാണ്. ഒരു നല്ല സ്ക്രീൻ പ്ലേ എഴുതണം. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അച്ഛൻ ആരാന്ന് അറിയിക്കണം. മനോ, താങ്ക് യു മോനെ. യു ആർ വെൽക്കം. വെൽ, ഗുഡ്. നീ ഈ കോഴ്സെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതിലും നല്ലൊരു സിനിമാ നടൻ മലയാളത്തിലുണ്ടാവില്ലെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ അവിടെ തന്നെ നല്ലൊരു നടനെ കണ്ടെത്താൻ കഴിയുമല്ലോ, അല്ലേ? കഴിയാം. എന്നാൽ അവരെൻ്റെ അച്ഛനാകില്ല. മോനെ, ഏയ് മനോ, ഏയ് നോ 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 you're a man now. വേണ്ട പ്ലീസ് ദയവേത് നിങ്ങൾ പോകൂ. ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. പ്ലീസ് ഗോ ബാക്ക്. പോ പ്ലീസ്. ഓക്കെ. മൈ ബേബി കരയില്ല. എല്ലാവർക്കും മരണമുണ്ടോ? ഈവൻ യു മൈ ബേബി. എവരിബഡി ഡൈസ്. മോനത് മനസ്സിലാക്ക. എവരിബഡി ഡൈസ്. മൈ ബേബി. അയ്യോ, എൻ്റെ പൊന്നു മോന് എന്ത് വേദന ഉണ്ടായിരിക്കും. ഞങ്ങൾ കൂടെ ഇല്ലേ അമ്മേ? ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. ജാനു, അവളോട് കാര്യങ്ങൾ അവൻ തന്നെ പറയട്ടെ. എനിക്ക് വയ്യ. റാവുജി പറഞ്ഞതാ ശരി. വേറെ ആര് ചെന്ന് പറഞ്ഞും വരലക്ഷ്മി ഈ കാര്യം അറിയാൻ പാടില്ല. മനോ തന്നെയാ പറയേണ്ടത്. ശരിയാ സാർ, ശരിയാ. എൻ്റെ ചെറുക്കന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ഈ 4 ചവറിൻ്റെ ഉള്ളിലിരുന്ന് കരഞ്ഞും വിളിച്ചു വരുതാ മതിയോ? അമ്മേ, ചേച്ചിയുടെ ധൈര്യം കാണുമ്പോൾ എൻ്റെ മനസ്സ് പേടിയാകുന്നു. ഇതറിഞ്ഞതും എൻ്റെ മനസ്സ് തകർന്നു പോയി. ആ നശിച്ച മഹാരോഗം
കുടുംബത്തെ ഒന്നാക്കിയിരിക്കുന്നു. യാമിനി എഴുതിയ ഓരോരോ എഴുത്തുകളും ഞാനാ മറച്ചു വെച്ചെന്നറിഞ്ഞിട്ടും സാർ എനിക്ക് മാപ്പ് തന്നു. എഴുത്തിനെ കുറിച്ച് പറഞ്ഞറിഞ്ഞോ? എന്താ? ഇനി അറിഞ്ഞാലെന്താ, അറിഞ്ഞില്ലേലെന്താ? സാറെല്ലാരെയും വിട്ടു പോകാൻ പോവല്ലേ? ആ നശിച്ച മഹാരോഗം എന്റെ തലയ്ക്കുള്ളിൽ വരാൻ പാടില്ലായിരുന്നോ? ആരുടെ തല എന്ത് രോഗം? അത് പിന്നെ ചേച്ചിയുടെ അമ്മയും അച്ഛനും ഈ കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ അവരറിഞ്ഞ കാര്യം ചേച്ചി അറിഞ്ഞില്ലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അവിടെ നിൽക്കാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അമ്മ ഈ കാര്യം അറിഞ്ഞ ഷി വിൽ ഹാവ് എ ഹാർട്ട് അറ്റാക്ക്. എടാ മിണ്ടാതിരിക്കടാ. അർപ്പണ ഇവിടെ ഉണ്ട്, ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്. ഓ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ലെങ്കിൽ പിന്നെ ആംബുലൻസ് എന്തിനാ? എന്റെ മോക്ക് ഒരു ചെറിയ വേദന വന്നാ പോലും എടി പൊട്ടി, താങ്ങാനാവില്ല. നിനക്ക് നിന്റെ മോളുടെ കാര്യം അതിനേക്കാൾ വലുത് ആ ചെക്കൻ്റെ അമ്മയാവള്. അവളിതറിയണം. വി ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി. ഞാൻ അവളോട് പറയാം, വേണമെങ്കിൽ മനുവും പറയുമല്ലോ. വി ഹാവ് ടു ടെൽ ഹെയർ. എന്താ എന്താ എന്നെ കൊണ്ടിതൊന്ന് ഒന്നും സംഭവിക്കല്ലേ ഭഗവാനെ, കുഞ്ഞിനെ ഒന്ന് എണീപ്പിക്കടാ.